നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് എടുക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ സെൽഫ് ലവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6-ാം തീയതി തൊട്ട് 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബുക്കിങ്സ് എടുക്കാൻ തുടങ്ങാം. നമ്പർ ഞാനിതിൽ സ്ക്രീനിൽ കൊടുക്കാം. US നമ്പറാണ്. സോ പ്രത്യേകം ഓർമ്മ വയ്ക്കുക, നമ്പർ സേവ് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ +1 ഇടുക ആദ്യം, അല്ലെങ്കിൽ 001 എന്ന് ആഡ് ചെയ്തിട്ട് വേണം ബാക്കി നമ്പർ കൊടുക്കാൻ. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്ത അതേപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കാം, മറന്നു പോകരുത്. ഓക്കെ, പിന്നെ അത് കിട്ടില്ല അല്ലെങ്കിൽ. ഓക്കെ, സോ ബുക്കിങ്സ് എടുക്കാൻ തുടങ്ങുന്നുണ്ട്. സെൽഫ് ലവ് ബാച്ചിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ തരും. ഓക്കെ, കുറച്ച് എഴുതാനുണ്ടാവും, ചിലത് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളായിരിക്കാം. ബട്ട് അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളിലൊന്നും തടസ്സം വരില്ല. ഓക്കെ, അത് നിങ്ങളുടെ ജോലിയുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ ചില കാര്യങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് അത് നടന്നു പോകും, പേടിക്കേണ്ട. ഓക്കെ, കാരണം ഞാനിതിപ്പോൾ 2-3 ബാച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പോലും ഇടയിൽ അതിനുള്ള സമയം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇല്ലാനിപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് പറ്റിയില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയും പറ്റാറുണ്ട്. ചിലവർക്ക് സാധിക്കാറില്ല, അത് നിങ്ങൾക്ക് സമയമായി കാണില്ല, അതുകൊണ്ടാണ് അവിടെ എത്താത്തത്. ഓക്കെ, അതങ്ങനെയാണ്. അപ്പോൾ പക്ഷേ ഈ സാധനങ്ങൾ ഞാൻ തരുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പിന്നീടായാലും നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ആക്കി ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോലെ ആണ്, അതിലാണ് ഇടുക. അപ്പം അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് ബാക്കി ചാറ്റ്സുമായിട്ട് മിക്സപ്പും ആവില്ല. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അതിലിട്ട് വെക്കും. അപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഒരു സ്ഥലത്ത് കിട്ടും. ഓക്കെ, അത് പിന്നീടായാലും നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, പറ്റും. കാരണം അത് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്ന് 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്താലും, അല്ലെ ഇടയിൽ വല്ലപ്പോഴും ചെയ്താലും എല്ലാം നിങ്ങൾക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, ബെനിഫിറ്റ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. അതുപോലെ ഡെയിലി അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ സമയം പ്രകാരം നിങ്ങളുടെ ഒരു 5 മണി 6 മണി ആകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്കത് കാണാൻ പോലെ മെസ്സേജസ് ഇട്ട് വയ്ക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ അത് കാണുമ്പോൾ അത് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരുപാട് ബുദ്ധിമുട്ടുള്ളതോ ഒന്നുമല്ല, നിങ്ങളെ മെനക്കെടുത്താനുള്ള ഒന്നും അങ്ങനെയൊന്നുമില്ല, ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, സോ അത് രാവിലെ എഴുന്നേറ്റ്, അതുപോലെ മെയിനായിട്ട് ഞാൻ കുറച്ച് ബ്രീതിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു റൊട്ടീൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങൾക്കൊരു സ്കെഡ്യൂളായിട്ട് നമുക്ക് ഫോം ചെയ്യാം. അതൊക്കെ നമ്മൾ ആദ്യം കുറച്ച് സംസാരിച്ച് പേടിക്കേണ്ട, എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, നമ്മളത് ആക്ടിവിറ്റി തരുന്നത് നിങ്ങൾ ഫുൾ ഡേ എടുത്ത് ചെയ്യാനുണ്ടാവും. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. പറ്റിയില്ല എന്നുണ്ടെങ്കിലും വിരോധമൊന്നുമില്ല അതിന്. മീൻസ് നിങ്ങൾക്കത് സാധിക്കും, എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇടയിലായാലും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ സാധിക്കും. വൈകിട്ട് കുറച്ച് നേരം ഒരു 7 മണിയാണ് ഇപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യാറ്. ഒരു 7-8 അടുത്തായിട്ടാണ് നമ്മൾ വെക്കാറ് സാധാരണ. ഒരു 7 അടുത്ത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7, 8:30, 9 ആകുമ്പോഴേക്ക് തീർക്കാൻ പോലെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡിന്നർ സമയമാവുന്നതിന് മുമ്പ് തീർത്ത് കിട്ടാൻ പോലെ. ഓക്കെ, ഒരു 7 to ഒരു അത്ര നിങ്ങൾ കണ്ടിന്യൂസ് നിൽക്കണം എന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കേൾക്കാനോ ഉണ്ടെങ്കിൽ പിന്നീടായാലും കേൾക്കാം. പറയാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ കുറച്ച് നേരെ വെക്കുള്ളൂ. കാരണം അല്ലാത്ത സമയത്ത് വെറുതെ ഇല്ല, വേറെ ചാറ്റ്സ് ഒന്നും വരില്ല. ഓക്കെ, വൈകിട്ട് കുറച്ച് നേരം മാത്രമേ അത് ഓപ്പൺ ഉണ്ടാവുള്ളൂ. അവിടെ മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ അന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയെല്ലാം നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് അത് വരിക. ഓക്കെ, അപ്പോൾ ആ സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്പിരിച്വലായിട്ട് സംസാരിക്കാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവനവനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് ശരിക്കും 21 ദിവസം തികയില്ല, ബട്ട് എനിവേ നമുക്ക് നോക്കാം. ഓക്കെ, പറ്റുന്നത്ര നമുക്ക് ചെയ്യാം. സോ കോഴ്സ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടോ ഇല്ല. വൈകിട്ട് കുറച്ച് നേരം മീറ്റിംഗ്, അതാണ് മെയിനായിട്ട്. ഓക്കെ, ആ ഒരു സമയം മാത്രമേ നിങ്ങൾ മാറ്റി, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ കയറിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അല്ല എനിക്കിപ്പോൾ ഇടയിൽ പേഴ്സണൽ മെസ്സേജ് നിങ്ങൾക്ക് ഇട്ടിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അതുണ്ടാവും. പക്ഷേ മെയിൻലി ആ ഗ്രൂപ്പിൽ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഒരാൾക്കുള്ള ഡൗട്ട്സ് തന്നെ ചിലപ്പോൾ വേറെ ആൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ആൻസർ പറയുമ്പോൾ എല്ലാവർക്കും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. സോ ആ തരത്തിൽ നമുക്ക് ഷെയർ ചെയ്ത് പോവാം. ഇതുവരെയുള്ള ഗ്രൂപ്പ്സ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഈ ഒരു ബാച്ച് കൂടി നിങ്ങൾക്ക് കൂടി അത് ഗുണം കിട്ടട്ടെ. അതും പ്രത്യേകിച്ച് ജനുവരി വരാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇത്തവണ മിസ് ചെയ്യേണ്ടെന്ന് തോന്നി എനിക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് 6ന് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കും, ശ്രദ്ധിക്കുക. US നമ്പറാണ്. ഓക്കെ, സോ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, +91 അല്ല, +1 ഇടാം, അല്ലെങ്കിൽ 001 എന്ന് വെച്ച് സേവ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക നമ്പർ സേവ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ചെയ്യാൻ പോകുന്നത്
ഞാൻ 3 പൈൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, 3 പൈലെന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെന്താണെന്നും അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ത് വരും എന്നുള്ളതും നമുക്ക് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സും എടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് ആക്ച്വലി ഇത് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ബുക്ക് ഓഫ് ആൻസേഴ്സ് നിന്നും നോക്കാം. പ്ലസ് നമുക്ക് ടാരോ വെച്ചിട്ട് ഞാൻ ആദ്യം നമ്മൾ എന്താ പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ, നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്ത് മാറ്റം വരും എന്നുള്ളത് നോക്കാം. ആൻഡ് ഏഞ്ചൽ ആൻസേഴ്സ്, ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. ആയിപ്പോവും. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാലും അത് നീണ്ട് പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് പൈൽ ചൂസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഏത് ഏഞ്ചലാണ് വേണ്ടത് ചൂസ് ചെയ്തോളൂ. പൈൽ 1 റോസ് കോഡ്സ് പിങ്ക് ഏഞ്ചൽ. ഓക്കെ, സെക്കൻഡ് പൈൽ ഗ്രീൻ അവെഞ്ചറിൻ ഗ്രീൻ കളർ ഏഞ്ചൽ. ഓക്കെ, തേർഡ് പൈൽ ക്ലിയർ കോഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ കോഡ്സ് ഏഞ്ചൽ. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ. ഓക്കെ, സോ പൈൽ 1, 2, 3. ഓക്കെ, നിങ്ങൾക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണാം. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് വരാനുണ്ടാവും. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഡൗട്ട് ഒന്നും ചെയ്യേണ്ട. കാരണം നിങ്ങൾ പിക്ക് ചെയ്തു, ഇപ്പോൾ സപ്പോസ് ഒന്ന് പിക്ക് ചെയ്തു, പക്ഷെ എനിക്ക് റെസനേറ്റ് ആയത് മറ്റേതാണ് എന്ന് പറഞ്ഞാലും പക്ഷെ ആ കണ്ടതിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ തോന്നിയത്. ഓക്കെ, എല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു നിമിത്തങ്ങളാണ്, ഒരു നിയോഗങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി. ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, മാച്ച് ആയില്ല സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നോ പ്രോബ്ലം. അതിലെന്തെങ്കിലും പക്ഷെ ഒരു വേർഡ് ചിലപ്പോൾ അവിടെ ഇവിടെ കേട്ടത് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അത് കേൾക്കുന്നത്. ഓക്കെ, സോ ഡോണ്ട് വറി. പക്ഷെ ആദ്യം കണ്ണടച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് ഇതിൽ നിന്ന് ഏത് വേണം, ഏത് ഏഞ്ചലാണ് ഇഷ്ടം, അല്ലെങ്കിൽ കളർ നമ്പർ വെച്ചിട്ട് 1, 2, 3 വെച്ച് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏഞ്ചൽസ് വെച്ച് ചൂസ് ചെയ്യാം, കളർ വെച്ച് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 എന്ന്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് അല്ലേ, ഞാൻ മറക്കും. ഓക്കെ, പൈൽ 1 നമ്മുടെ റോസ് കോഡ്സ് ഏഞ്ചൽ പിങ്ക് ഏഞ്ചൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്താണ്, ആൻഡ് അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് അതെന്ത് വരും നോക്കാം. ലെറ്റ്സ് സീ. 4 of swords, King of Pentacles, 3 of Cups, 4 of Pentacles. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഇപ്പം എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അവർ സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. അത് തേർഡ് പാർട്ടിയിൽ സ്റ്റക്കായിട്ട് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ സ്റ്റക്കായിട്ട് പറയാം. ഓക്കെ, അതായത് അവരുടെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് നോ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, നോ കോൺടാക്റ്റ് ആയിരിക്കാം, ടോട്ടൽ സെപ്പറേഷനും ആവാം. ഒരു തരം നമ്മൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഒട്ടും കമ്മ്യൂണിക്കേഷൻ വരാതെ ആ രീതിക്ക് ഉണ്ടാവാം അറ്റ്ലീസ്റ്റ്. ഓക്കെ, ബ്ലോക്ക് ചെയ്തു അങ്ങനെ ഞാൻ പറയുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് ഒന്നും സംസാരമില്ല. ഓക്കെ, കോണ്ടാക്ട് ഇല്ല, ആ തരത്തിലാണ്. അവരുടെ മനസ്സിലുള്ളതൊന്നും അവർ നിങ്ങളോടൊന്നും തുറന്ന് പറയുന്നില്ല. ആ ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. 2 സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസിൽ പെട്ട് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളിൽ പെട്ട് നിൽക്കുമായിരിക്കും. ചിലവർക്ക് തേർഡ് പാർട്ടി എന്ന സിറ്റുവേഷനും കാണുന്നുണ്ട്. ബട്ട് ഇത് കിങ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് അവിടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് എന്നെടുക്കാം. ഓക്കെ, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മാരീഡ് അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് അവർ നിങ്ങളോട് തുറന്നു പറയുന്നില്ല. ഓക്കെ, അവർ സ്റ്റക്കാണ്, അവർ ഒരു പെട്ട് നിൽക്കുന്ന ഒരു ഇഫക്റ്റാണ്. എന്ന് വെച്ചാൽ അവർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. എനിക്ക് വേറെ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് എന്ന് പറയില്ലേ, ആ തരത്തിലുള്ള ഒരു കാർഡാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിൽ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ നമുക്ക്. സ്ട്രെങ്ത് കാർഡ്, 5 of Pentacles, ഇവിടെ എനിക്ക് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അവർ സ്ട്രെങ്ത് വെച്ച് പിടിച്ച് നിൽക്കുകയാണ്, ബാക്ക് ഒന്ന് മാറി നിൽക്കുകയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന്. എന്ന് വെച്ചാൽ അവർക്ക് ആഗ്രഹമുണ്ട്, ഇല്ല എന്നല്ല, അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളോടുള്ള അട്രാക്ഷൻ ഉണ്ട് അവർക്ക്. നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ട് അവർക്ക്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. മജീഷ്യൻ കാർഡ് ഉണ്ട്, 8 of Wands കമ്മ്യൂണിക്കേഷൻ ആണ്. ക്വീൻ ഓഫ് വോൺസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ക്വീൻ ആവണമെന്നില്ല, ക്വീൻ കിങ് ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക പ്ലീസ്. ഓക്കെ, ഇതിപ്പോൾ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആവാം, ഇത് കിങ് ഓഫ് വോൺസ് ആവാം. സോ ആ ഒരു രീതിക്ക് നമ്മൾ പറയുമ്പോൾ
അവർക്ക് നിങ്ങളോട് അധികം അട്രാക്ഷൻ ഉണ്ട്, ബട്ട് അവർ മാറി നിൽക്കുകയാണ്, വേണം വെച്ചിട്ടാണ് മാറി നിൽക്കുന്നത്. ഓക്കെ, ഒന്ന് അവർ ഫൈനാൻഷ്യൽ ലോസ് വീണ്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 5 ഓഫ് പെൻഡിക്കിൾസ്, അവർക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ് ഉണ്ട്, അവർക്ക് എല്ലാത്തിലും ഇപ്പോൾ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, അവരുടെ ലൈഫിൽ തന്നെ അവർക്ക് പല ഡിസപ്പോയിൻമെൻറ്റ്സും വന്നിട്ടുണ്ട്, പല വിഷമങ്ങളും വന്നിട്ടുണ്ട്. അവർക്ക് ഒന്നിലും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. അവർക്ക് തോന്നുന്നു അവർ ലൈഫ് തന്നെ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരവസ്ഥയായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എവിടെയോ അവരെ റെസ്പോൺസിബിലിറ്റീസ് അവരെ തളർത്തിയതായിരിക്കാം, ചില ഇഷ്യൂസ് വന്നപ്പോൾ അവർ തളർന്നു പോയതായിരിക്കാം. ഓക്കെ, അവർ വേണം വെച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക തന്നെയാണ്. ഓക്കെ, കാരണം അവർ നിങ്ങളുടെ അടുത്ത് വരും, പക്ഷേ ഓക്കെ മുന്നോട്ട് വരും എന്ന് കാണുന്നുണ്ട്. മജീഷ്യൻ ഉണ്ട് ഇവിടെ, ആൻഡ് ക്വീൻ ഓഫ് വോൺസും 8 ഓഫ് വോൺസും ആണ്. കമ്മ്യൂണിക്കേഷൻ്റെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരും. മേ ബി അവർ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയും. ഓക്കെ, നിങ്ങളെ വിട്ടു പോയതായിരിക്കാം, ആക്ച്വലി നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ, അത് തന്നെയാണ് എനിക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് സന്തോഷത്തോടെ അല്ല. ഓക്കെ, കാരണം 5 ഓഫ് പെൻഡിക്കിൾസ് ആ ഒരു ലോസിൻ്റെ, നമ്മൾ പറയും ആ ഒരു വിഷമം അല്ലേ, നഷ്ടത്തിൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അവർക്ക് ആ ഫീലിങ്സ് ഉണ്ട്, വിഷമം ഉണ്ട് അവർക്ക്. ബട്ട് അവർക്ക് ഇപ്പോൾ ഒന്നിനും ഒരു എഫേർട്ട് ഇടാനോ ഒന്നിനും അവർക്കിപ്പോൾ താല്പര്യമില്ല. ഓക്കെ, അവർക്ക് 4 ഓഫ് സോഡ്സ് ഉണ്ട്, 4 വന്നിട്ടുണ്ട്. ഓക്കെ, എവിടെയോ യൂണിവേഴ്സിൻ്റെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ചില സമയത്തുണ്ടല്ലോ, ഈ നമ്മളൊരു നോ കോണ്ടാക്ട് ആവുന്നത് ഒരു തരത്തിൽ യൂണിവേഴ്സ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ, കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവർക്ക് ശരിയാക്കാനുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ റിയലൈസേഷൻ വരാനുണ്ടാവും, ദാറ്റ് അവർക്ക് എന്താ നഷ്ടപ്പെട്ടത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുമ്പോൾ നിങ്ങളവർ ചേസ് ചെയ്ത് പോകരുത് ഒരിക്കലും. ഓക്കെ, അതാദ്യം നിങ്ങൾ ഓർക്കാം, നിങ്ങൾ ചേസ് ചെയ്ത് പോവാതിരിക്കുക അങ്ങനെ സിറ്റുവേഷൻസ് ഉള്ളപ്പോൾ. കാരണം ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവില്ല. ഓക്കെ, അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. ഓക്കെ, അവർക്കായിട്ട് തോന്നി ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, അതിന് എത്ര സമയം എടുത്താലും ശരി, സാരില്ല എന്ന് നിങ്ങൾ വിചാരിക്കൂ. കാരണം അങ്ങനെ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതിന് ഒരുപാട് ലൈക്ക് നിങ്ങൾക്ക് കാലം ലാസ്റ്റ് ചെയ്യും അത്. സോ നിങ്ങൾ ചേസ് ചെയ്ത് പോവാതിരിക്കാം. പേഴ്സൺ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അവരിയ്ക്കട്ടെ അവിടെ. ഓക്കെ, 5 ഓഫ് കപ്സ് വീണ്ടും ലോസിൻ്റെ ആണ് എനിക്ക് കാണുന്നത്, കൺഫ്യൂഷനാണ് കാണുന്നത്, കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. ശരിയല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരെന്തൊക്കെയോ അവരുടെ ലൈഫിലെ കാര്യങ്ങളെ മാനേജ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. 2 ഓഫ് പെൻഡിക്കിൾസ് അഗൈൻ 2 സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആവാം, വേറെ തേർഡ് പാർട്ടി ആവാം, അവരുടെ ഫൈനാൻസിൻ്റെ കാര്യങ്ങളാവാം, എന്തും ആവാം ഇവിടെ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ജനറൽ ആയിട്ട് എന്ന് പറയുന്നുള്ളൂ. 5 ഓഫ് വോൺസ് ഉണ്ട്, കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. 2 ഓഫ് കപ്സ് ഉണ്ട്. പക്ഷേ ഓക്കെ, നിങ്ങൾ സോൾമേറ്റ് ആണ്, ആൻഡ് തേർഡ് പാർട്ടി കാരണമായിരിക്കാം മാറിയത്, അങ്ങനെയും പറയാം. യെസ്, തേർഡ് പാർട്ടിയാണ്. യെസ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഇപ്പോൾ മോശമായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് നോ കോൺടാക്ട് ഉള്ളത്. പക്ഷെ തിരിച്ച് വരുമെന്ന് നമുക്ക് കാണുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, ഔട്ട്കം ഞാനൊരു കാര്യം ചെയ്യാം, ഏഞ്ചൽ ആൻസേഴ്സിന് കൂടി നോക്കാം. ഔട്ട്കം എന്തായിരിക്കും, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണുമോ, എന്താ കാണാൻ പോകുന്നത് നോക്കാം. സിറ്റുവേഷനിൽ ചേഞ്ച് വരുമോ? റിമെയിൻ പോസിറ്റീവ്, ഗുഡ്. ഓക്കെ, റൊമാൻസ്, യെസ്. ഓക്കെ, ഗുഡ്. യെസ്, വെരി ഗുഡ്. സമാധാനമായില്ലേ? എനിക്ക് പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, അപ്പം ആക്ച്വലി നിങ്ങൾ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞ ബ്ലെസ്സിങ് ആണെന്ന്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണിത്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാനുള്ള ഒരു സമയമാണ്. ഓക്കെ, അവർക്ക് എന്താണ് അവർക്ക് നഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സമയമാണിത്. നിങ്ങൾ മാറി നിൽക്കാണ്ടാതെ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോവാതിരിക്കുക, പക്ഷെ പോസിറ്റീവായിട്ടിരിക്കണം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരണ്ട. തിരിച്ച് വരുമോ ഇവർ, എപ്പോൾ വരും, ഒട്ടും വരില്ലെങ്കിലോ വന്നില്ലെങ്കിലോ, വേറെ തേർഡ് പാർട്ടി അടുത്തേക്ക് തന്നെ പോയാലോ, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ നെഗറ്റീവ് ആലോചിച്ച് കൂട്ടാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല. നിങ്ങൾക്ക് വേണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുക. അവിടെ എത്തണം ശരിക്കും നമ്മളൊക്കെ. ഓക്കെ, എനിവേ പോട്ടെ. റൊമാൻസ് വരുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരും എന്ന് തന്നെയാണ് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നടക്കും എന്നും പറയാം, അല്ലെങ്കിൽ പേഴ്സണായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണം നിങ്ങളെ. ഓക്കെ, ആൻഡ് യെസ് ഉണ്ട്, നിങ്ങൾക്കൊരു വലിയൊരു യെസ് തന്നിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബുക്ക് ഓഫ് ആൻസേഴ്സിന് കൂടി ഞാൻ പറയാം. ഓക്കെ, കുറച്ച് നിങ്ങൾക്ക് ഓക്കെ, ഈ സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത്, ബുക്ക് ഓഫ് ആൻസേഴ്സിന് എന്താ പറയുന്നത് നോക്കാം. 1-2 മെസ്സേജസ് അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ഓക്കെ, ലെറ്റ്സ് സീ. ഡോണ്ട് ആസ്ക് ഫോർ എനി മോർ അറ്റ് ദിസ് ടൈം. യെസ്, ഇപ്പം നിങ്ങൾ തൽക്കാലം പേഴ്സൻ്റെ അടുത്ത് നിന്നായാലും ശരി, യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്നായാലും ശരി, ഇപ്പം നിങ്ങളൊന്നും ചോദിക്കാതിരിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസും ഈ ഇന്നത്തെ കാര്യത്തിലും ഇന്ന് നിങ്ങൾ ഈ ഫസ്റ്റ് പൈൽ കണ്ടു, ഇനി വേറെ പൈൽ നിങ്ങൾ കാണാൻ പോണ്ട. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ നല്ലൊരു യെസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ട് പോസിറ്റീവായിട്ട് ആൻസർ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി കൂടുതൽ ചോദിക്കാൻ പോകാതിരിക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ കാണുന്നവർ വേറെ പൈൽസ് കാണരുത്. ഓക്കെ, ആൻഡ് കൂടുതൽ ചോദിക്കണ്ട എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിനോടായാലും ശരി, പേഴ്സണിനോടായാലും ശരി. ഓക്കെ,
ഓക്കെ. ആൻഡ് അതായത് ഒന്ന് ചിലപ്പോൾ പേഴ്സണിന് ചിലപ്പോൾ ഇപ്പോൾ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അതായത് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ അവരുടേതായ ടെൻഷൻസ്, പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സപ്പോസ് അവർ ജസ്റ്റ് ഒന്ന് വിളിച്ചു സംസാരിച്ചു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവരെ ഭാഗത്ത് നിന്ന് അവരെ മൈൻഡ് ഇപ്പോൾ ശരിയല്ല, ഒന്നിലും അങ്ങനെ ഭയങ്കരമായിട്ട് സമയം തരാനുള്ള ഒരു ഇതിലല്ല അവർ നിൽക്കുന്നത്. സോ അതുകൊണ്ട് അവരോട് കൂടുതൽ ചോദിക്കാൻ പോണ്ട എന്നാണ്. ഒന്നുകൂടി എടുക്കാം. സീക്ക് ഔട്ട് മോർ ഓപ്ഷൻസ്. ആക്ച്വലി ഇത് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു, ഒരു ചെറിയൊരു ഡൗട്ട് എൻ്റെ മനസ്സിൽ വന്നതാണ് ഇത് കണ്ടപ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ, നിങ്ങൾ വേറെ എന്തെങ്കിലും മാനിഫെസ്റ്റ്, നിങ്ങൾക്ക് പറ്റിയ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ടൈം തരുന്ന ഒരു വ്യക്തി, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങളെ വാല്യൂ തരുന്ന ഒരു വ്യക്തി, നിങ്ങളെ അന്വേഷിക്കാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, അതും നിങ്ങൾക്ക് വരും. ഓക്കെ, പോസിറ്റീവായിട്ട് നമുക്ക് അങ്ങനെയും പറയാം. ഓക്കെ, മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നുന്നു അത് മുന്നോട്ട് പോവില്ല, അല്ലെങ്കിൽ പോയാലും ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ ഓപ്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ അതും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു യെസ് ഉണ്ട്. ഓക്കെ, ഒരു പേജ് കൂടെ എടുത്തേക്കാം. ഡീൽ വിത്ത് ഇറ്റ് ലേറ്റർ. ഓക്കെ, തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചിന്തിക്കേണ്ട. ഓക്കെ, ഈ സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കാം. അത് വരുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞ പോലെ. ഓക്കെ, പേഴ്സൺ വന്ന് സംസാരിക്കാൻ വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ടെൻഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ വളരെ അവനവൻ്റെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി. ഓക്കെ, അതിപ്പോൾ തൽക്കാലം ഒരു ബ്രേക്കായിട്ട് നിങ്ങളും എടുക്കുക. ആക്ച്വലി 4 of Wands ഉണ്ടായിരുന്നത്, 4 of Swords ഉണ്ടായിരുന്നത് ബ്രേക്ക് പോലെയാണ്. അതായത് നമ്മളൊരു പേഴ്സൺ തളർന്നിരിക്കുക, മാറിയിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് പറയുക. സോ നിങ്ങളും തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കാം ഈ സിറ്റുവേഷനിൽ. ഓക്കെ, നിങ്ങളും അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചിന്തിക്കും, കൂടുതൽ പറയും, ഒന്നും ചെയ്യേണ്ട. നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാം. ഓക്കെ, റിലാക്സ് ചെയ്യാം. ഓക്കെ, കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഡീൽ ചെയ്യാം എന്നാണ്. ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകണ്ട, അതാണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് പൈൽ 2 പോകാം. പൈൽ 2 ഗ്രീൻ. ഓക്കെ, ഗ്രീൻ ചൂസ് ചെയ്തവർക്ക് നല്ല ലോങ് റീഡിങ് ആവുന്നുണ്ട്. ഓക്കെ, പൈൽ 2 നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ആൻഡ് അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, അതിൻ്റെ റിസൾട്ട് എന്താവും നോക്കാം. ഓക്കെ, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ. 8 of Cups, 5 of Swords, 2 of Pentacles, Emperor, ഫയൽ വെച്ചെടുക്കുമ്പോൾ ഇതാണ് പ്രശ്നം. കാർഡ്സ് റിപ്പീറ്റ് വരും. എനിക്ക് തീരെ ഇഷ്ടമല്ല, ബട്ട് വേറെ ഡെക്ക് യൂസ് ചെയ്യാറുണ്ട്. എനിവേ, ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് സെപ്പറേഷൻ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്ന് മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് എനിക്ക്. നിങ്ങളാവാൻ വിട്ടുപോയത് എനിക്കാവുന്ന ഒരു കാർഡ് കൂടി. ഓക്കെ, ഗുഡ്. എനിവേ, ഇപ്പോൾ ഇവിടെ സെയിം കാർഡ്സ് റിപ്പീറ്റ്. ഗുഡ്. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയതായിരിക്കാം. ഓക്കെ, നിങ്ങളാവാം വിട്ടുപോയത്, അല്ലെങ്കിൽ അവരായിരിക്കാം, രണ്ടും ആവാം. കാരണം ഇവിടെ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് വാക്ക് തർക്കമായി, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതായിട്ടാണ് ഇപ്പം എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറായിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ എംപറർ കാർഡ് ഉണ്ട്. എംപറർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലേശം ഈഗോയിൻ്റെ കാര്യം പറയും. ഈഗോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ഇടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് പാരൻസ് ഉണ്ടാവാം. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. സോ അവർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നതിന് പകരം പാരൻസിൻ്റെ വാക്ക് കേട്ട് ചിലപ്പോൾ നിങ്ങളെ വിട്ടു പോയതായിരിക്കാം. പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഫാമിലി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ പോയി കാണാം. ആ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ പേഴ്സൻ്റെ ഈഗോ എന്നും പറയാം. എനിക്ക് ഈഗോ ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എവിടെയോ ഈഗോ കാരണം അവർ നിങ്ങളുടെ അടുത്ത് നമ്മൾ തമ്മിൽ പറയില്ല, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കം വരുമ്പോഴേക്കും അവർക്ക് ഈഗോ ഹേർട്ടായിട്ട് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കാം. അങ്ങനെയാവും. മേ ബി അവർ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന നിങ്ങൾക്കത് മതിയായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്കത് മടുത്തിട്ടുണ്ടാവും. ഇവിടെ അഗെയിൻ ഇവിടെ ഫസ്റ്റ് പൈലും ഉണ്ടായിരുന്നു, സിമിലർ ആയിരുന്നു. എനിവേ, 2 of Pentacles പറയുമ്പോൾ നമ്മൾ 2 സിറ്റുവേഷൻ ജഗ്ലിംഗ് എന്നാ പറയാം. മേ ബി ഒന്ന് ഫാമിലി ആവാം. ഓക്കെ, ഒന്ന് ഫാമിലിയുടെ, ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയുടെ വാക്ക് കേൾക്കുക, ഒന്ന് നിങ്ങൾ എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് അവർ മൾട്ടിപ്പിൾ
കാര്യങ്ങൾ ജഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം മേ ബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇൻ ആൻഡ് ഔട്ട് ഇങ്ങനെ പറ്റില്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മേ ബി നിങ്ങൾ ചോദിച്ചു കാണാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ ഐ തിങ്ക് അവർ വോക്ക് അവേ ചെയ്തു നിങ്ങളുടെ അടുത്ത്. ഒന്നുമില്ലെങ്കിൽ അവർ പോയി, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇനി ഇങ്ങനെ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നിന്നുണ്ടാവാം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി, ഔട്ട്കം നല്ലതാണ് ഞാൻ പറയാം. ജസ്റ്റ് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അവരെ ഫ്യൂച്ചർ അവർ എന്താവും എന്നുള്ള കൂടി അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യും. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വിട്ട് മാറി പോയിട്ടുണ്ട് അവർ പോയതായിരിക്കാം, നിങ്ങൾ പോയതായിരിക്കാം, രണ്ടും ആവാം. പക്ഷെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർ ഓപ്ഷനായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്തു. അതായത് അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ അവർ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളായിരിക്കാം. അതായത് ഒന്നുമില്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും ഓക്കെ, അവർ വേറെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തു. ഓക്കെ, അവർ പക്ഷെ നിങ്ങളെ ഇനി ചൂസ് ചെയ്യാൻ തയ്യാറാവും. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യാൻ ഇനി തയ്യാറാവുമെന്നാണ്, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുമെന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത്. വേണ്ട എഫേർട്ട് അവരിടാൻ തയ്യാറാവും. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഇനി ഒരു മാറ്റം വരും. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. സോ സോറി, നിർത്തുണ്ടായിരുന്നു അല്ലേ? അല്ല, ഓക്കെ. വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗിനിങ് ആൻഡ് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാ പറയാം. അപ്പം നിങ്ങൾ തമ്മിൽ അതാ ഞാൻ പറഞ്ഞത്, ഒരു വിട്ട് മാറി പോയിട്ടുണ്ടെങ്കിൽ, ടോട്ടൽ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരും. അവർ വെറുതെ ഒരു വരവല്ല വരുന്നത്, അവർ പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, അവർ സമയമെടുക്കും പക്ഷേ, കാരണം അവർക്ക് തീരുമാനിക്കാനുണ്ട് ദാറ്റ് അവരുടെ ലൈഫിൽ അവർക്ക് എന്താണ് വേണ്ടത്. നിങ്ങളെ വേണോ, വേറെ പേഴ്സൺ വേണോ, അതോ എന്ത് തന്നെയായാലും ശരി, ഫാമിലി പറയുന്ന കേൾക്കണോ, നിങ്ങൾ പറയുന്ന കേൾക്കണോ, നിങ്ങളെ ചൂസ് ചെയ്യണോ, ആ ഒരു ഡെസിഷൻ അവരുടെ ഭാഗത്ത് നിന്ന് രണ്ട് കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ കമ്മിറ്റ്മെന്റിന് വേണ്ടി പ്രഷർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവർ മേ ബി അതായിരിക്കാം ഈഗോ എന്ന് കണ്ടത്. ഓക്കെ, അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ, ബട്ട് അവർക്ക് ഒരു ഈഗോ കയറിയിട്ടായിരിക്കാം ചിലപ്പോൾ മാറി നിൽക്കുന്നത്. ബട്ട് ഇവിടെ ക്വീൻ ഓഫ് വോൺസ് ആയിട്ട് നിങ്ങളെ വേണം എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, മിസ്സിങ് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഓക്കെ, അവർ ഐ തിങ്ക് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കുമോ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് എൻഡിങ് വന്നതെന്നാണ് എനിക്ക് കാണുന്നത്. ബട്ട് അവർ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനുള്ളത് അവർ വർക്ക് ചെയ്യും. അവർക്കറിയാം ഇതെല്ലാം എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഇനി ശരിയാവില്ല എന്നുള്ളത് അവർക്കറിയാം. അല്ലെങ്കിൽ അവർ ആ ചൂസ് അവർ നിങ്ങളെ ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളെ ചൂസ് ചെയ്യുമെന്നാണ് എൻ്റെ ഇവിടെ. അഗൈൻ കിങ് ഓഫ് കപ്സും ഉണ്ട്. സോ കിങ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്പ്, മേ ബി ചിലവർക്ക് പുതിയ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, മേ ബി ഈ ഒരു സിറ്റുവേഷൻ ടോട്ടൽ എൻഡിങ്ങിലേക്ക് ഇപ്പം ഫുള്ളി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പേഴ്സൺ വരാം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഈ പേഴ്സൺ എഫേർട്ട് ഇട്ടിട്ട് ചേഞ്ച് ആവും എന്നാണ് എനിക്ക് കാണുന്നത്. കാരണം എനിക്കതങ്ങനെയാണ് ഇവിടെ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പോയ ആൾ തിരിച്ച് വരികയും ചെയ്യും. ഐ തിങ്ക് ആൾ ട്രാൻസ്ഫോം ആയിട്ട് വരും. ഓക്കെ, കാരണം നമ്മുടെ വേൾഡ് കാർഡും കൂടി കണ്ടതുകൊണ്ട് എനിക്ക് എവിടെയോ ഒരു ഇത് തോന്നുന്നുണ്ട്. എന്നിട്ട് അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറാവും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇത് മോസ്റ്റ്ലി ഇത് നിങ്ങളുടെ ഈ പയൽക്കാർക്ക് ആക്ച്വലി വളരെ സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നെ കിട്ടാനുള്ളൊരു ചാൻസ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് നമുക്ക് മാരേജ് ഓഫറാണ്. സോ അവരതിന് വേണ്ട എഫേർട്ട് ഇടും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ വേണ്ട എഫേർട്ട് അവരിടും. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സപ്പോസ് മാരീഡ് ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, നിങ്ങൾ പേഴ്സൺ ആദ്യമൊക്കെ നിങ്ങളോട് ഹസ്ബൻഡോ വൈഫോ നിങ്ങളോട് വല്ലാതെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കുറച്ചുകൂടി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, മിസ് ചെയ്യും അവർ, അങ്ങനെ വിട്ട് നിൽക്കുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യും. ഓക്കെ, നല്ല നല്ല റീഡിംഗ് ആണ് ഇവിടെ. യെസ്, നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. ചിലവർക്ക് പുതിയ പേഴ്സൺ വരാം കേട്ടോ. ചിലവർക്ക് ഇവിടെയും ഒരു പുതിയ പേഴ്സൺ വരാനും ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളാണ് വോക്ക് അവേ ചെയ്തതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരും, അങ്ങനെയും പറയാം. ലെറ്റ്സ് സീ വേറെ എന്താ കാണുന്നത്. ഏഞ്ചൽ ആൻസേഴ്സ് നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. റിക്കവറി ആൻഡ് ഇത് ഞാൻ എടുത്തിരുന്നു. ഇറ്റ്സ് അപ് ടു യു. യെസ് 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 യെസ്, ഗ്രേറ്റ്. എ ഇയർ ഫ്രം നൗ. ഓക്കെ, പേഴ്സൺ അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വേൾഡ് കാർഡ് യെസ് ശരിയാണ്. പീസ്ഫുൾ റെസൊല്യൂഷൻ വരും നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ശരിയാവും, ബെറ്റർ ആവും. പക്ഷേ ഇപ്പോൾ അതിനുള്ള റൈറ്റ് ടൈം അല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റൈറ്റ് ടൈം അല്ല. കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് ഇവിടെ. ഈ എനർജിയിൽ ഈ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ലേശം വെയിറ്റിംഗ് ഉണ്ട്. കുറച്ച് സമയം എടുക്കും, നിങ്ങൾക്ക് ഡിലേ ഉണ്ട്. ഓക്കെ, കാരണം ഒന്ന് ഈഗോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കാം. 1 ഇയർ എന്നാണ് പറയുന്നത്. റിക്കവറി ഉണ്ട്, പക്ഷേ റിക്കവറി ഉണ്ട്, പീസ്ഫുൾ റെസൊല്യൂഷനും ഉണ്ട്. സോ നിങ്ങളുടെ കാര്യങ്ങൾ ബെറ്റർ ആവും, ശരിയാവും. പേഴ്സൺ തിരിച്ച് വരും, നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ട്. പക്ഷേ
സമയം ഒരുപാട് എടുക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് ടൈം അല്ല നിങ്ങൾ ഒന്നിക്കേണ്ടത്. കാരണം ആ പേഴ്സൺ ചില സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവരെ ലൈഫിൽ അവർ അറേഞ്ച് ചെയ്യേണ്ടതുണ്ടാവും. നിങ്ങളെ കൂടി സ്വീകരിക്കാൻ പറ്റാൻ അതിനെ എന്തെങ്കിലും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം, നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവാം. ഓക്കെ, നിങ്ങൾ മേ ബി നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യാനുണ്ടാവാം, അതായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു 1 year വരെയാണ് ഇവിടെ ടൈം പറയുന്നത്. അപ് ടു എ ഇയർ എടുക്കാം എന്ന് പറയുന്നുണ്ട്. നോട്ട് ദ ഇപ്പം റൈറ്റ് ടൈം അല്ല, നിങ്ങൾ ഒന്നിക്കേണ്ട ഒരു സമയമല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ആൻഡ് ഇവിടെ ഇറ്റ്സ് അപ് ടു യു എന്ന് ഞാൻ നേരത്തെ അതാ പറഞ്ഞത്. നിങ്ങളാണ് ഇത് വിട്ട് മാറിയതെങ്കിൽ ഇനി ഈ പേഴ്സൺ തിരിച്ചു വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ്. ഓക്കെ, അതോ നിങ്ങളുടെ നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. വേറൊരു പേഴ്സൺ, ഞാൻ പറഞ്ഞ പോലെ വേറൊരു പേഴ്സൺ വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ചോയ്സ് നിങ്ങളുടെ കയ്യിലേക്കാണ് യൂണിവേഴ്സ് വിട്ടു തരുന്നത്. ഓക്കെ, ഇവിടെ ഈ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, ഈ പേഴ്സൺ തന്നെ തിരിച്ചു വരും, പക്ഷെ അത് സമയമെടുക്കും. ഓക്കെ, ആ സമയത്ത് അത് മാത്രമല്ല വേറൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ അവനവൻ്റെ മേലെ വർക്ക് ചെയ്യണം. നിങ്ങളുടെ ഒരു കോൺഫിഡൻസിലേക്ക് വരണം, എന്നാൽ മാത്രമേ ഈ സിറ്റുവേഷൻ നല്ലോണം ബെറ്റർ ആവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ പുതിയ വ്യക്തി വരാം. അത് നിങ്ങളുടെ കയ്യിൽ ചോയ്സ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിതിൽ നോടി നോക്കാം. ബുക്ക് ഓഫ് ആൻസേഴ്സ് നോടി എടുക്കാം. ഇന്ന് ശരിക്കും നല്ല ലോങ് റീഡിങ് ആയി. ഫോളോ സംവൺ എൽസസ് ലീഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ വേറെ ആരെങ്കിലും ഗോ ത്രൂ ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലാവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഗൈഡൻസ് തരുന്ന ആരെങ്കിലും, ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവർ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. മേ ബി ഈ പേഴ്സൺ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യാനും ആയിരിക്കാം. എനിക്ക് അങ്ങനെയും തോന്നി. കാരണം അതായത് പേഴ്സൺ ഇപ്പം നിങ്ങളെ ചൂസ് ചെയ്യാതെ അവർ എവിടേക്കോ അവനവനെ വാല്യൂ ചെയ്ത് പോവാണ് അല്ലേ. അപ്പം അതേപോലെ നിങ്ങൾ ചെയ്യൂ എന്നുകൂടി ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരോടെങ്കിലും ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് ഗോ ത്രൂ ഇതേപോലത്തെ സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് അറിയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് അതേപോലെ നിങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല, ബട്ട് മേ ബി അതിലെന്തെങ്കിലും ഉണ്ടാവും കാര്യം അല്ലേ. ഓക്കെ, സീക്ക് ഔട്ട് മോർ ഓപ്ഷൻസ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇത് അവരിലും വന്നിരുന്നു. ഓക്കെ, സീക്ക് ഔട്ട് മോർ ഓപ്ഷൻസ് പറഞ്ഞാൽ നിങ്ങളോടും പറയുന്നത് നിങ്ങൾ വേറെയും ഓപ്ഷൻസ് നോക്കിക്കോളൂ എന്നൊരു തരത്തിലാണ് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ഫയലുകാർക്കും വന്നിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അതിന് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്കത് വരും. ഓക്കെ, വേറെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ആക്സെപ്റ്റ് എ ചേഞ്ച് ടു യുവർ റുട്ടീൻ. ഓക്കെ, നിങ്ങളുടെ റുട്ടീൻസ് കുറച്ച് മാറ്റാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചില അഡ്വൈസ് തരുന്നുണ്ട് യൂണിവേഴ്സ്. ദെൻ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ചില ചിട്ടകൾ, ചില ഹാബിറ്റ്സ്, ഓക്കെ, അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റിയെടുക്കൂ എന്ന് പറയുന്നുണ്ട്. മേ ബി ഈ പേഴ്സൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആലോചിച്ച് ചെയ്യൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ശീലങ്ങൾ, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതൊക്കെ നിങ്ങളെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ കാണും. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ നമുക്കിനി തേർഡ് പൈലിലേക്ക് പോവാം. ക്ലിയർ കോഡ്സ് ചൂസ് ചെയ്തവർക്ക് സ്കിപ്പ് ചെയ്തോളൂ, കാരണം ഞാൻ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇത് പോസും സ്റ്റോപ്പും വീണ്ടും വീണ്ടും ചെയ്യാനെ കൊണ്ട് വയ്യ. ഓക്കെ, നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, ബോറടിക്കും. ഓക്കെ, തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത് ആൻഡ് നിങ്ങൾക്കൊരു സൊല്യൂഷൻ എന്തായിരിക്കും വരിക. ഓക്കെ, ടവർ അഗൈൻ. ഓക്കെ, 5 swords, Page of Wands, കാർഡ്. ഐ തിങ്ക് 3 പൈലും ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. കാരണം നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണല്ലോ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ പറയുന്നത് ഒരു ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ അതായത്
ഇത് നിങ്ങളായിരിക്കാം വോക്ക് അവേ ചെയ്ത് അഗെയിൻ സിമിലർ സിറ്റുവേഷൻസ് ആണ്. സോറി, ഓക്കെ. നിങ്ങളായിരിക്കാം വിട്ടുമാറിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം വിട്ടുമാറിയത്. നിങ്ങളുടെ ഇടയിൽ നല്ലൊരു പ്രശ്നം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു ലൈക്ക് ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ആയിരിക്കാം, കാരണം ഇവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട്, തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഓക്കെ, ഇനി വേറെ പിന്നെ പറയാം. ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഇൻവോൾവ് ആയി, അല്ലെങ്കിൽ വേറെ ഓൾറെഡി ചിലപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടാവാം, വേറെ ആരെങ്കിലും. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, ഇവിടെ നിങ്ങൾ തമ്മിൽ ഇവിടെ ബ്രേക്കപ്പ് ആണ് എനിക്ക് കാണുന്നത്. ടോട്ടൽ ബ്രേക്കപ്പ് ആയിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം. ഇത് എനിക്ക് കുറച്ചുകൂടി നോ കോണ്ടാക്ട്, ബ്ലോക്ക്, അങ്ങനത്തെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നിങ്ങൾ വളരെയധികം നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഐ തിങ്ക് കുറച്ചായിട്ടുണ്ടാവാം. മൂന്നുണ്ട്, മൂൺ കാർഡും ഉണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് പോയതാണ്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആയിരിക്കാം, തേർഡ് പാർട്ടി ഇടയിൽ വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിവേ എന്ത് തന്നെ ആയാലും ശരി, ഇഷ്യൂ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇവിടെ 9 ഓഫ് കപ്സ് കാണുന്നുണ്ട്. 9 ഓഫ് കപ്സ് ആൻഡ് ടവറൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും നിങ്ങൾ ആഗ്രഹം, നമ്മൾ പറയില്ലേ, അത്രയും ആഗ്രഹിച്ചത് കൈവിട്ടു പോയ പോലെയാണ്. എനിക്ക് അതിൻ്റെ ഹാർട്ട് ബ്രേക്കാണ് ഇവിടെ എനിക്ക് കാണുന്നത്. എനിക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് ടോട്ടലി നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. എനിക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളായിരിക്കാം, അവർ തേർഡ് പാർട്ടി പോയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ലൈക്ക് ഫ്രണ്ട്സിൻ്റെ വാക്ക് കേട്ടു, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. മൂൺ കാർഡ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്കിപ്പോൾ ഐ തിങ്ക് ടോട്ടലി ഒന്നും അറിയുന്നില്ല, പേഴ്സൺ എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്ന് തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ല. സഡൻ ആയിരിക്കാം ബ്രേക്കപ്പ് വന്നത്. ഓക്കെ, ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചു, അങ്ങനെ ഒരു ബ്രേക്കപ്പായി, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഇവിടെ ആ ഒരു സഡൻ ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് ലൈക്ക് പെട്ടെന്ന് സംഭവിച്ച പോലെ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ച പോലെ. അതായത് നിങ്ങൾ ഇത്രത്തോളം ഇതിങ്ങനെ ഒരു സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച് കാണില്ല. ഓക്കെ, 8 ഓഫ് കപ്സ് വാക്കിംഗ് അവേ ഉണ്ട്. നിങ്ങളെ വിട്ട് പേഴ്സൺ പോയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പേഴ്സണിനെ കുറിച്ച് യാതൊരു അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരെവിടെയാ എന്താ ഒന്നും മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഇതൊരു ടോട്ടൽ വളരെ നമുക്ക് ഹിഡൻ ആയിട്ട്, അതായത് ആ പേഴ്സണിനെ കുറിച്ച് നമുക്കൊന്നും അറിയാത്തൊരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ കുറച്ച് കാർഡ്സ് കൂടെ എടുക്കുന്നുണ്ട്. യെസ്, ഓക്കെ, നേരത്തെ കണ്ടത് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഒന്ന് ഹസ്ബൻഡ് വൈഫ് എന്ന രീതി കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം ഓൾറെഡി. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു അവരെ പാരൻസ് ആവാം ചിലവർക്ക്, ബട്ട് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്ന അവിടെ മാരേജ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു ടവർ കാർഡ് എന്ന് പറഞ്ഞാൽ മേ ബി ഓക്കെ, എനിക്ക് എന്തായാലും സഡൻ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ലൈക്ക് ഫാമിലി അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലായിരിക്കാം ഇവിടെ പ്രശ്നം വന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയിൽ ഇപ്പോൾ സ്റ്റക്കാണ്. ഓക്കെ, ഫാമിലിയിൽ അല്ലെങ്കിൽ അവരുടെ ചില സാഹചര്യത്തിൽ അവർ സ്റ്റക്കായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബട്ട് ഇവിടെ ഓക്കെ, ഫ്യൂച്ചറിലേക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് നല്ലത് കാണുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് നല്ലത് കാണുന്നുണ്ട്. ബട്ട് തേർഡ് പാർട്ടി അവരുടെ ഫാമിലി ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി അവരുടെ ഫാമിലി ആവാം. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. എനിക്ക് തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എല്ലാ പൈലിലും ഒരുവിധം സിമിലർ എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്ന് തന്നെയാണ് എനിക്കിവിടെ. കാരണം നിങ്ങളോട് അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി ലൈക്ക് മാരീഡ് ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, നിങ്ങൾ മാരീഡ് കപ്പിളാണ് എന്നുണ്ടെങ്കിൽ മേ ബി പാരൻസ് കാരണമായിരിക്കാം നിങ്ങളുടെ അടുത്ത് മാറിപ്പോയത്. പാരൻസ് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നിങ്ങളെപ്പറ്റി തമ്മിൽ തെറ്റിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു, ആ രീതിക്ക് ആവാം. ഗോസിപ്പ് ആവാം, കാരണം ഇവിടെ 5 wands ഉണ്ടായിരുന്നു, ഗോസിപ്പിൻ്റെ കാര്യമാണ്. സോ ഗോസിപ്പ് ആയിരിക്കാം, എന്തെങ്കിലും പ്രശ്നം വന്നിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയത്. ബട്ട് നിങ്ങൾ കപ്പിളാണ്. ഓക്കെ, കപ്പിളായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഫുൾ കാർഡൊക്കെയാണ്. നിങ്ങൾ ചൂസ് ചെയ്യും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ട് നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവും എന്ന് തന്നെയാണ്. അഗൈൻ അല്ല, ഇപ്പം നിങ്ങൾ സപ്പോസ് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിലും ഓക്കെ, അവർക്ക് ഫീലിങ്സ് നിങ്ങളോടാണ്. ഓക്കെ, അവർക്ക് മാരേജിൽ അവർ പെട്ട് നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് മേ ബി സെപ്പറേഷൻ വരുമ്പോൾ എനിക്കിവിടെ ടവർ കാർഡ് എനിക്ക് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബ്രേക്കപ്പ് വന്നത് എന്ന് ഒരു കാർഡ് കിട്ടുമോ നോക്കട്ടെ ഞാൻ. മജീഷ്യൻ. ഓക്കെ, യെസ്, തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് കാണാം. എന്തെങ്കിലും ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ടാവാം ഇവിടെ ഈ ഒരു പൈലിന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്.
ബ്ലാക്ക് മാജിക് ആവാം, അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണെ നിങ്ങളെ തമ്മിൽ അകറ്റിയതായിട്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആരോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അല്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ അവരെ ഹസ്ബൻഡ് ഓർ വൈഫ് അവരെ നിങ്ങളുടെ അടുത്ത് അകറ്റാൻ വേണ്ടിയുള്ളത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് മാജിക് എനർജി നമുക്ക് പറയാം. നിങ്ങളെ തമ്മിൽ വേണം വെച്ച് അകറ്റിയതാണ്. അതുകൊണ്ടാണ് ഈ സെപ്പറേഷൻ പെട്ടെന്ന് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് വരാനുള്ള റീസൺ അതാണ്. ആൻഡ് ഇവിടെ നിങ്ങളുടെ അടുത്ത് പക്ഷേ ഫീലിങ്സ് അവർക്ക് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും എവിടെയോ ഒരു യൂണിവേഴ്സിന്റെ ഒരു പവർ ഉണ്ടല്ലോ. ആ യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ ശരിക്കും ഇങ്ങനെ എനിക്കിതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്, നിങ്ങളെ തമ്മിൽ കാണാത്ത രീതിയിൽ, അറിയാത്ത രീതിയിൽ അകറ്റി നിർത്തിയ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരു ബ്ലാക്ക്നെസ് കൊണ്ടുവന്നിട്ട പോലെ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. അവർ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എനിവേ ഫീലിങ്സ് അവർക്ക് നല്ലോണം ഉണ്ട്, അതിൽ ഡൗട്ടൊന്നുമില്ല. ആൻഡ് ഇവിടെ ബാലൻസ് വരും, നിങ്ങൾ തമ്മിൽ ശരിയാവും, ബെറ്റർ ആവും. ആൻഡ് ഏസ് ഓഫ് വാൻസ് ആൻഡ് 10 of Cups ഉണ്ട്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി ആരെങ്കിലും, അതിപ്പോൾ ആരും ആവാൻ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ തമ്മിൽ അകറ്റിയതാണ്. ഇവിടെ എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഞാൻ ഈ സിറ്റുവേഷൻ പെട്ടെന്ന് ടവറൊക്കെ കണ്ടപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചതാണ്. ഐ തിങ്ക് മെയിൻലി ഇവിടെ ഈ പയൽക്കാർക്ക് എനിക്ക് കാണുന്നത് ഒരു മജീഷ്യൻ, അതായത് ബ്ലാക്ക് മാജിക് എനർജിയാണ്. ഇവിടെ ഏഞ്ചൽ ആൻസേഴ്സ് കൂടി ഒന്ന് നോക്കാം. ഗെറ്റ് മോർ ഇൻഫർമേഷൻ in the near future. Very good. No ഉണ്ട്. എന്താണ് നോ? What is the no here? എന്താണ് നോ എന്നത്? Reconsider. ഇവിടെ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് നിങ്ങളോടൊന്ന് പറയുന്നുണ്ട്, ആദ്യം എന്താണ് സംഭവം എന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ വഴി പോസിബിൾ ആണോ എല്ലാ വഴിയിലും നിങ്ങൾ അന്വേഷിച്ച ഇൻഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. മാക്സിമം പറ്റുന്നത്ര നേരിട്ട് അന്വേഷിക്കാൻ, ആളെ കോൺടാക്ട് ചെയ്യാൻ, വേറെ ആരുടെയെങ്കിലും ത്രൂ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും എന്നുമാണ്. അത് എനിക്ക് യൂണിയൻ ആയിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇവിടെ നോ ആൻഡ് റീകൺസിഡർ എന്ന് വന്നപ്പോൾ മേ ബി നിങ്ങൾ തന്നെ വിട്ട് മാറി പോകാനെങ്ങാനും ആലോചിക്കുന്നുണ്ടോ, അതിൻ്റെ ആണോ എന്നറിയില്ല, അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങളോട് റീകൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്, അതായത് മൂവ് ഓൺ ചെയ്യണോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഗിവ് അപ്പിന്റെ എനർജിയാണ് തോന്നുന്നത്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി ഇതിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇനി ഇത് വേണ്ട എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നോ ആൻഡ് റീകൺസിഡർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഇഫ് യു ബിലീവ് ആൻഡ് യെസ് കൂടി വന്നു. സോ നമുക്കത് എടുക്കാതിരിക്കാൻ ഓർത്തിയില്ല. അതായത് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെങ്ങാനും വിട്ടു പോവാ, ഞാൻ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോണോ, അതോ ആ പേഴ്സൺ ടോട്ടലി വിട്ടു പോയോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നോ ആണ്. നിങ്ങളോട് പറയുന്നത് നോ ആണ്. അവർ തിരിച്ചു വരാനൊരു സാധ്യതയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. നിങ്ങൾ പക്ഷെ ബിലീഫ് വെച്ചാൽ മാത്രമേ ഇവിടെ ഒരു യെസ് വരുള്ളൂ. നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ബിലീഫ് വെച്ചാൽ ആ പേഴ്സൺ തിരിച്ചു വരാനും നിങ്ങൾ തമ്മിലൊരു യെസ് ആൻസറും വരുന്നുണ്ട്. ബട്ട് നിങ്ങളൊക്കെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ നോന്ന് അതായത് നിങ്ങൾ വിചാരിക്കേണ്ടതായിട്ട് ആ പേഴ്സൺ ടോട്ടലി പോയി, അല്ലെങ്കിൽ കൈവിട്ടു പോയി, റിലേഷൻഷിപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ വിട്ടു പോകണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പറയാതിരിക്കുക, ആലോചിക്കാതിരിക്കുക. യൂണിവേഴ്സ് പറയുന്നത് യെസ്. വിട്ടു പോകണോ എന്നുണ്ടെങ്കിൽ നോ ആണ്. സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. സെയിം തിങ്, യെസ് നോ. അതായത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക, സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ചുരുക്കി പറയുമ്പോൾ. ആൻഡ് ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുടെങ്കിലും, അത് ഞാൻ പറഞ്ഞു, ആരെങ്കിലുമൊക്കെ ഹെൽപ്പോ സപ്പോർട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. തേർഡ് പാർട്ടി നിങ്ങളെ തമ്മിൽ അകറ്റിയതാവും, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്തത്. നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് കൂടി നമുക്ക് നോക്കിയേക്കാം. മേക്ക് എ ലിസ്റ്റ് ഓഫ് വൈ. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വൈനെ കുറിച്ച്, അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണോ മുന്നോട്ട്, അതിനെക്കുറിച്ച് വൈ ആലോചിക്കുക. അല്ല എന്തിനെ കുറിച്ചായാലും, അവർ വരും എന്നായാലും ശരി, വരില്ല എന്നായാലും ശരി, ഇതിൽ നിൽക്കണോ വേണ്ടേ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തൊന്ന് എഴുതി നോക്കുക. ലിസ്റ്റായിട്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഒന്ന് എഴുതി നോക്കുക നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് തന്നെ. A strong commitment will achieve good results. Yes. ആക്ച്വലി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു കമ്മിറ്റ്മെൻറ്റ് എന്നും പറയാം. അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അത് അത്രത്തോളം വേണമെങ്കിൽ,
ഈ റിലേഷൻഷിപ്പ് വേണം, അത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് വരും. ഓക്കെ, നിങ്ങൾ കൊടുത്ത സ്നേഹം ആത്മാർത്ഥമായിട്ടാണ്, നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് വരും. ഓക്കെ, ഒരു പേജ് എടുത്തേക്ക്. യു വിൽ നീഡ് ടു അക്കോമഡേറ്റ് എന്ന് പറയുന്നുണ്ട്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും എന്നാണ്. നിങ്ങൾ കുറച്ചൊന്ന് കോംപ്രമൈസ് വേണ്ടി വരും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും എന്ന രീതിയിലാണ്. ഒന്ന് പേഷ്യൻസോടെ ക്ഷമയോടെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതായിരിക്കും എനിക്ക് ചിലപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് തിരിച്ച് വരുന്നവരെ നിങ്ങൾ അവരോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്നേഹം നിങ്ങൾക്ക് വെച്ച് നിൽക്കാൻ സാധിക്കുമെങ്കിൽ അതിലൊരു യെസ് ആൻസർ നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ റീഡിങ് ഇതായിരുന്നു. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. സെൽഫ് ലവ് ക്ലാസ്സിൽ താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.